ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കൺവേർട്ട് കിറ്റിലേക്ക് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ മാനുവലി ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. മാനുവലി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ നമ്മുടെ ഡാഷ്ബോർഡിൽ ഫ്രണ്ടിലെ ഈ ഡാഷ്ബോർഡിൽ നമ്മളിവിടെ ആഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ പറ്റുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് അവരുടെ പേര് ഇമെയിൽ എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CSV ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഒന്നിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രൊവൈഡേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ഫസ്റ്റത്തെ നമ്മളിവിടെ ചെയ്ത് നോക്കുന്നത് ആഡ് എ സിംഗിൾ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം വരും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു പേര് കൊടുത്തു. ഒരു മെയിൽ ID കൊടുത്തു. ജസ്റ്റ് അതിനുശേഷം ഇവിടെ നമുക്കത് വേണമെങ്കിൽ ടാഗ് ചെയ്ത് വെക്കാം, ഏത് ടാഗിലേക്ക് വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ടാഗ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഫേസ്ബുക്ക് എന്നുള്ളതിൽ കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ താഴെ സ്ക്രോൾ ചെയ്ത് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കസ്റ്റമറെ പേര് നേരെ ഇവിടെ ഫേസ്ബുക്ക് എന്നുള്ളതിൽ കണ്ടില്ല. നിങ്ങളിവിടെ ഫേസ്ബുക്ക് 1 സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു പേര്, ആ ഒരു ഇമെയിൽ ID, ആ ഫേസ്ബുക്ക് എന്നുള്ള ആ ഒരു ടാഗിൻ്റെ അണ്ടറിലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാനുവലി നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.